ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് നടന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുവാനാണ്. ഇന്നൊരു സംഭവം ഉണ്ടായി. അതായത് വെളുപ്പിനെ ഒരു 2 മണി കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ഉറക്കത്തിൽ ഞാൻ കേട്ടു, സൈമാ സൈമാ നിങ്ങൾ വിളിക്കുന്ന ഒരു സ്വരം കേട്ട് ഞാൻ ചാടി എണീറ്റ് ഞാനടുത്ത് എന്തെങ്കിലും കാര്യത്തിന് ഭാര്യ ഡേസി അടുത്ത് കിടപ്പുണ്ട്, പുള്ളിക്കാരനെ കാര്യം വിളിച്ചാൽ ഞാൻ പുള്ളിക്കാരനെ കുലുക്കി വിളിച്ച് ചോദിച്ചു, എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. അന്നേരം ഇല്ലല്ലോ, ഞാൻ വിളിച്ചില്ലല്ലോ. അന്നേരം എനിക്ക് ഒന്നുകൂടെ സ്വപ്നം കണ്ടായിരുന്നു. വീണ്ടും കിടന്നുറങ്ങി, പതുക്കെ മയങ്ങി വന്നു, പതുക്കെ ഉറക്കത്തിലേക്ക് ആയി. ആ സമയത്ത് വീണ്ടും ഇതേ വിളി. ഞാൻ ചാടി എണീറ്റ് വീണ്ടും പുള്ളിക്കാരനെ കുലുക്കി എന്നിട്ട് ചോദിച്ചു, എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. പുള്ളിക്കാരത്തേക്ക് നല്ല ദേഷ്യം വന്ന്, എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങളുടെ സ്വപ്നം കാഴ്ചയൊക്കെ ഒന്ന് നിർത്തിവേ. പ്രായം ഇത്രയായില്ല, ഇനി സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുവാണോ ചെയ്യുന്നത്? എനിക്കിന്ന് ജോലിയുള്ള വെളുപ്പിനായിട്ട് എനിക്ക് ജോലിക്ക് പോകണം. അതുകൊണ്ട് മിണ്ടാതെ എവിടെയെങ്കിലും അടങ്ങി കിടക്ക്. നമ്മൾ ചാമിപ്പോയി. ഞാൻ പിന്നെ അവിടെ കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ നല്ല ഉറക്കം ഒന്നായിപ്പോയി. ഇതിനിടയ്ക്ക് ഭാര്യയും മോനും ഒക്കെ അവർ ജോലിക്ക് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വന്നിട്ട് സൈമാ എന്നൊരു വിളി. ഞാൻ അത്ര മൈൻഡ് ചെയ്തു. വീണ്ടും ഒന്നുകൂടെ കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ വീണ്ടും സൈമാ എന്ന് വീണ്ടും വിളിച്ചു. പിന്നെ ഞാൻ വിളി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ് ഒരു വിളി, സൈമാ പൂയിന്ന്. ഞാൻ പൂയിന്ന് പറഞ്ഞു ഞാൻ ചാടിയിട്ട് ഞാൻ നോക്കുമ്പോൾ ആരും അവിടെയൊന്നും ഇല്ല. അപ്പം വീട്ടിലാരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി ഇതെന്തോ മറ്റെന്തോ ഇതാണല്ലോന്ന്. ഞാൻ പെട്ടെന്ന് അവിടെ നിന്നുകൊണ്ട്, ദൈവമേ അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു ഇങ്ങനെ പറഞ്ഞു. ഉടനെ ഇന്നത് ദൈവം എന്നോട് പറയുകയാണേ, സൈമ ഞാൻ നിന്നെയും കൊണ്ടൊക്കെ പോകുവാണ്. ഞാൻ ചോദിച്ചത് എങ്ങോട്ടാണ് എന്നെ കൊണ്ട് പോണത് ഇപ്പം? അതൊക്കെ പറയാം, നീ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ മുറ്റത്ത് കിടക്കുന്നു പുഷ്പക വിമാനം. ഒരു പൈലറ്റും ഉണ്ട്, ഒരു എയർ ഹോസ്റ്റസും ഉണ്ട്. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു ഡ്രൈവറും ഒരു കണ്ടക്ടറും. എന്നാണെങ്കിൽ ഞാൻ അതിനകത്ത് കയറിയിരുന്നു. പെട്ടെന്ന് പുഷ്പവിമാനം വിട്ടുപോയി നേരെ സ്വർഗത്തിലേക്ക്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് നോക്കുമ്പോഴത്തെ എന്താണെന്നറിയോ, എല്ലായിടവും നല്ല നിറച്ചു പൂക്കളും ഫലവൃക്ഷങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങൾ. അവിടെ ശരിക്കും സ്വർഗമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ പള്ളിയിലോ അല്ലെങ്കിൽ നമ്മുടെ ആരാധനാ സ്ഥലങ്ങളൊക്കെ ചെല്ലുമ്പോഴത്തേനും അവർ പറഞ്ഞൊന്നും അല്ല സ്വർഗം, അത് വെറും ഡ്യൂപ്ലിക്കേറ്റ് സ്വർഗം. ഇതാണ് ശരിക്കുള്ള സ്വർഗം. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം ഇങ്ങനെ കാണാം. ഒരു സൈഡിൽ സ്വർഗം എല്ലാം ഇതൊക്കെ. അതെടുത്ത് ഇതിങ്ങനെയാന്ന് പറയുന്നുണ്ടല്ലോ, ഈ സൈഡിൽ സ്വർഗം, ഈ സൈഡിൽ നരകം. അല്ലാണ്ട് നമ്മൾ കേട്ടേക്കുന്ന തൊട്ട് സ്വർഗം അങ്ങ് മുകളിലും നരകം അങ്ങ് താഴ്ത്തും, അങ്ങനെയൊന്നും അല്ല. ഒരു സൈഡ്, രണ്ടും ഒരുപോലെ കേട്ടോ. ഈ സൈഡിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അപ്പുറത്തും ഉണ്ട്. ഇവിടെ എന്തുമാത്രം നരകത്തിൽ എന്തുമാത്രം കെട്ടിടമാണോ ഉള്ളത് അത്രയും കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ ഭയങ്കര മണിമന്ദിരങ്ങൾ. അപ്പം എന്നോട് ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുന്നു, നീ ആദ്യമേ നരകത്തിൽ പോയി ഒന്ന് കാണാൻ പറഞ്ഞു. ഞാൻ നരകത്തിൽ ചെന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര മ്യൂസിക്കും ഡാൻസ് മേളങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ എല്ലാ ഭാഗം കാണും, എല്ലാം കാണാൻ നല്ല ഭംഗി. നമ്മൾ ഈ കേട്ടേക്കുന്ന പോലെ അവിടെ വലിയ ഭയങ്കര തീക്കകത്ത് ആരാണ്ടായിട്ട് ചുട്ടു തിരുന്നോ അങ്ങനെയൊന്നുമില്ല, നല്ല ഇത് തന്നെ. അപ്പം എല്ലായിടവും കണ്ടു വെച്ചിട്ട് അവസാനം അവരുടെ ഡൈനിങ് ഹാളിൽ ചെന്ന് അവരുടെ ആഹാരമൊക്കെ കഴിക്കുന്ന അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നോക്കുമ്പോഴത്തേനും മേശപ്പുറത്തൊക്കെ എന്തെല്ലാം വിഭവങ്ങളെക്കുറിച്ച് നമുക്കറിയാവോ അതെല്ലാം അവിടെ ഉണ്ട്. ഫലവർഗ്ഗങ്ങളും അങ്ങനെ ഇതെല്ലാം നല്ല മണവും. ഇതിൻ്റെയൊക്കെ മണം ഇനി വന്നിട്ടാണ് നമ്മൾ വായിക്കൂടെ വെള്ളം ഊറും. പക്ഷെ അവിടെ ഇരിക്കുന്നതുങ്ങളെല്ലാം വിശന്ന് വല്ലാതെ ഇരിക്കുന്നു. ഭയങ്കര ദാരിദ്ര്യത്തിലാണ് അവർ. ഞാൻ ഓർത്തത് ഇതെന്താ ഇവർക്ക് കഴിച്ചാലല്ല, ഈ സാധനങ്ങളെല്ലാം ഇവിടെ നിർത്തിയിരിക്കുന്നു. അവിടെ ആരും അവരെ തടയാനുമില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പവുമില്ല. പിന്നെന്താ? അന്നേരം നോക്കുമ്പോൾ അറിയുന്നത് അവരുടെ കൈയുടെ മുട്ടിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു തടിക്കഷ്ണം വെച്ച് കെട്ടിയേക്കുക 2 കൈയുടെ. അവർക്ക് കൈ ഇങ്ങനെ വളയ്ക്കാൻ പറ്റിയല്ല, ഒട്ടും വളയ്ക്കാൻ പറ്റിയല്ല. അത് കാരണം അവർക്ക് ഈ ആഹാരം എടുത്തേച്ചിട്ട് വായിലേക്ക് വെച്ച് തിന്നണമെങ്കിൽ ഇവിടെ ഒന്ന് വളഞ്ഞു കിട്ടണ്ടേ, ഒരു രക്ഷയില്ല. ഞാൻ ഓർത്തത് കഷ്ടമായിപ്പോലെ, എന്താ ചെയ്യണേ എന്നൊക്കെ ഓർത്തുകൊണ്ട് പിന്നെ അവിടുന്ന് പോയി. അത് കഴിഞ്ഞപ്പം നരകത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് വെച്ച് നേരെ സ്വർഗത്തിലേക്ക് പോയി. അവിടെയും ഇതേ സംഭവങ്ങൾ തന്നെ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അവിടെയുള്ള മാലാഖമാരൊക്കെ അങ്ങനെ തടിച്ചു കൊഴുത്ത് ഇരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ അവരുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട്.
അപ്പം അന്നേരം ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവർ ആഹാരം കഴിക്കേണ്ട സമയമാകുമ്പോഴത്തേനുണ്ടല്ലോ അവരവിടെ വന്നേച്ചിട്ട് മുമ്പിലിരിക്കുന്ന, അപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പറയും എനിക്ക് ആ എന്താ ചിക്കൻ ഫ്രൈ നീ എടുക്കാൻ പറയുന്നു. ഉടനെ ചിക്കൻ ഫ്രൈ എടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ അവൻ എന്നോട് ചോദിക്കുന്നത് നിനക്കെന്നാ വേണ്ടതെന്ന്. ഉടനെ ഞാൻ പറയുകയാണ് എനിക്ക് ചില്ലി ചിക്കൻ മതി എന്ന് പറയുന്നു. ഉടനെ അവൻ അവിടുന്ന് ചില്ലി ചിക്കൻ എടുത്ത് എൻ്റെ വായിലേക്ക് വെച്ചിരുന്നു. അങ്ങനെ നമുക്ക് വേണ്ടതൊക്കെ ഇഷ്ടം പോലെ തിന്നാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ അപ്പം ഞാൻ അപ്പം ഈ പരിപാടി അവർക്ക് ചെയ്യാമല്ലേ എന്ന് ചോദിച്ചാൽ, നരകത്തിൽ കിടക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അവർക്കും ഇങ്ങനെ ഇപ്പം നരകവും സ്വർഗവും തമ്മിൽ മാറ്റമില്ലല്ലോ എന്ന്. അന്നേരം ദൈവം എന്നോട് പറയുവാണേ, ഇടാ മണ്ട നിനക്ക് എന്നെ അറിയാം, അങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്ഥിതിയുള്ള ഒരു വ്യക്തി ആയിരുന്നുവെങ്കിൽ അവൻ പിശാചാവുമോ? അവനൊരാളെ സഹായിക്കാൻ പറ്റിയാൽ അവനെല്ലാം അവന് തന്നെ വേണം. ഇതാണ് അവൻ്റെ ചിന്താഗതി. അപ്പോൾ അതുകൊണ്ട് ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, നമ്മൾ വലിയ സ്വർഗം നിറഞ്ഞോർത്തൊന്നും വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അന്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ചുവട് നമ്മൾ മുമ്പോട്ട് വെച്ച് കഴിയുവാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകും. അല്ലാതെ ഓരോ സംഘടനകൾക്കും ഓരോ സമുദായങ്ങൾക്കും ഒക്കെ കുറേ കാശ് വാരി കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടൊന്നും ആരും സ്വർഗത്തിലേക്കൊന്നും പോകാൻ പോകുന്നില്ല. നമ്മളിത് ഇങ്ങനെ പരസ്പരം സഹായിക്കാൻ നിൽക്കുന്നത് പഠിച്ചാൽ മതി. ഈ പണ്ട് കാരണന്മാർ പറഞ്ഞിട്ടില്ലേ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. ഇത് കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല, കൊടുത്താൽ നരകത്തിലും കിട്ടും. നമ്മുടെ ഭാര്യേൻ്റെ മക്കളെയൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ ശകലം സഹായിക്കാനൊക്കെ ഉള്ള പരിശീലനം കൊടുത്താൽ മതി. നമ്മൾ നരകത്തിൽ പോയാലും അത് സ്വർഗമായി മാറും. പിന്നെ എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് മറ്റൊന്നുമല്ല, ഈ സൈമൺസ് കിച്ചൺസ് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടേ. അവരിത് കണ്ട് അവർക്ക് അങ്ങോട്ട് വളരെ ഇഷ്ടപ്പെട്ടിട്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവമേ ഇവനെ ഇവിടെ നിന്ന് അങ്ങ് എടുക്കുമെന്ന്. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ദൈവം ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ദൈവം പറഞ്ഞടാ, നീ നിൻ്റെ പണികളൊക്കെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിൻ്റെ പ്രേക്ഷകർ മുഴുവൻ പറയുക നിന്നെ ഭൂമിയിൽ നിന്ന് അങ്ങ് എടുക്കാൻ, പക്ഷെ നിൻ്റെ ടൈം ആയിട്ടില്ല, അതുകൊണ്ട് നിന്നെ ഇവിടെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ കാരണമാണ് എനിക്ക് ഇന്ന് സ്വർഗത്തിൽ നിന്ന് പോകാനും ഈ കാര്യങ്ങൾ കാണാനും ഇവിടെ വന്നിച്ചിട്ട് ഇപ്പോൾ നിങ്ങളോട് പറയാനും സാധിച്ചത്. പിന്നെ ഒരു കാര്യം കേട്ടോ, എൻ്റെ ഭാര്യ അവൾക്ക് ജോലിയിലാണ്, ഡേസിയെ. അപ്പം ആരും അവളോട് ഇത് പറഞ്ഞേക്കരുത്. കാരണം എന്നാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കുഴപ്പം, പിന്നെ അത് ഒരു കുടുംബകലഹമായിട്ട് മാറുന്നേ. എന്താ ചെയ്യാൻ പറ്റും? അവൾ പറയും അത് ശരി, അപ്പം ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പണി ഇതാണല്ലേ, സ്വർഗത്തിലും നരകത്തിലൊക്കെ എങ്ങനെ കറങ്ങി നടന്നതാ. എന്നാ മനുഷ്യ നിങ്ങൾക്ക് എനിക്ക് ഓഫുള്ള ഒരു ദിവസം പോയിക്കൂടെ എന്ന്. അതുകൊണ്ട് ആരും മിണ്ടല്ലേ, എൻ്റെ കാര്യം കട്ട പുകയാവും. ഓക്കെ, എന്നാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.